ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് തയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണ്, കട്ട് ചെയ്യാൻ പേടിയാണെന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടത്. ഞാൻ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്യുന്ന ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കെയറിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പാഷ്യയിലുള്ള പ്ലാന്റ്സ് ഇടയ്ക്കൊന്ന് തുടച്ചൊക്കെ കൊടുക്കണം കേട്ടോ. വെള്ളം എത്ര ഒഴിച്ചാലും പൊടി പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോകില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ലീഫൊക്കെ തുടച്ചു കൊടുത്താൽ അവർക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ ഒരു സുഖമല്ലേ. അപ്പോൾ അതൊക്കെ ഇരുന്നത് രാവിലെ പണി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇരുന്നത്. സ്റ്റിച്ച് ചെയ്യലും പതുക്കെ പതുക്കെ റമദാനല്ലേ, കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഒരുമിച്ച് അങ്ങനെ ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് കട്ട് ചെയ്ത് വെക്കുക, നാളെ സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക. ചിലർക്കെങ്കിലും തയ്ക്കാൻ നല്ലോണം അറിയുന്നവരുണ്ടാവും, പക്ഷേ കട്ട് ചെയ്യാനായിട്ട് പേടിയായിരിക്കും. അങ്ങനത്തെവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക. ഇതിൻ്റെ തയ്യൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ വഴിയെ ഇടാം കേട്ടോ. ഞാൻ ആദ്യമൊക്കെ എപ്പോഴും സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിരുന്നതാണ്. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് വ്യൂസും ഇല്ലാതാവുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതിന് ടൈം കണ്ടെത്താനൊക്കെ ടൈമില്ലാത്ത സമയമായപ്പോൾ ഞാനത് നിർത്തിയതാണ് കേട്ടോ. അത് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ അതിനൊരു പൂർണ്ണത വേണമല്ലോ. നമ്മൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവണുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ കേട്ടോ. നല്ല റിസ്ക്കാണ്, എനിക്ക് നല്ല റിസ്ക് കേട്ടോ. സാധാരണ വ്ളോഗ്, നമ്മളെ ഡെയിലി ലൈഫ് വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടുന്ന പോലെയല്ല. അപ്പോൾ ഇന്നെന്തായാലും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇത് ഉൾക്കൊള്ളിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഇതേപോലത്തെ ചാർട്ട് പേപ്പർ ബട്ടൺ ഹൗസിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മൾ വെട്ടി തയ്ക്കാൻ പലർക്കും പേടിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇതേപോലെ ചാർട്ട് പേപ്പറിൽ വെട്ടി വെക്കാം. ഞാനിതേപോലെ 2 3 ചുരിദാർക്ക് ഒന്നിച്ച് തയ്ക്കുമ്പോൾ ഞാനിതാ ചെയ്യാം കേട്ടോ. എന്നാൽ പിന്നെ ഓരോന്നിലും നമ്മളിങ്ങനെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പേപ്പറിൽ വെട്ടിയിട്ട് അങ്ങനെ അത് വെച്ച് വെട്ടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ആവുമല്ലോ, തുണിയിൽ വെട്ടി നാശാക്കണ്ടല്ലോ. പിന്നെ രണ്ടാമത്തൊരു കാര്യം, നമുക്ക് വെട്ടാൻ പേടിയുള്ളവരാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാൻ നല്ലോണം അറിയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഇതേപോലെ പേപ്പർ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് കൊടുന്നാൽ അത് വെച്ച് വെട്ടിയിട്ട് നമുക്ക് തയ്ക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് എനിക്കിങ്ങനെ തോന്നി, അതാണ് ഞാനിതിൽ ഇതും കൂടെ ഉൾക്കൊള്ളിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഉൾക്കൊണ്ടിട്ടുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ അതിൽ അതും ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ മെഷർമെൻ്റൊക്കെ എടുത്തു. നമുക്ക് ഞാൻ ഒരുപാട് കട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ. അപ്പോൾ ഇത് ചുരിദാറിൻ്റെ ലെങ്ത്ത് ഫുള്ളായിട്ട് ഈ പേപ്പറിൽ കിട്ടൂല കേട്ടോ. നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്തിൻ്റെത് 7-ലാണ്, ഷേപ്പ് 14-ലും, ഹിപ്പ് 21-ലാണ് ഞാൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ 3 ലൈൻസിലും വേണ്ട അളവുകളൊക്കെ മാർക്ക് ചെയ്തു, ഷേപ്പ് വരച്ചിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ സാധാരണ കുർത്തി അടിക്കുന്ന സമയത്ത് ഇതൊന്ന് വെച്ച് വെട്ടിയാൽ മതി. ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ആൾട്ടറിനൊക്കെയുള്ള കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് വേറെ ഒരു പീസും കൂടെ അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ബാക്ക് പീസും വെട്ടിയെടുക്കും കേട്ടോ. അതല്ല സാധാരണ നെക്കൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ ഫ്രണ്ടും ബാക്കും വെട്ടിയെടുത്താൽ മതി. ഇതിനിപ്പോൾ ക്ലോത്തിൽ വെച്ച് വെട്ടുമ്പോൾ നമ്മൾ ക്ലോത്തിൽ ഇറക്കം വേറെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൺഫേം ചെയ്തിട്ട് പിന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഇനിയിതിപ്പോൾ ഫ്രണ്ടിലേക്കുള്ളൊരു പീസിന് ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. ഓൾട്ടർനെക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബാക്കിലേക്ക് കയറിയിട്ടുള്ള കോർണറുള്ള ടൈപ്പ് കേട്ടോ. ഈ ഒരു പിക്ചറിൽ കാണുന്ന ഈ ഒരു ടൈപ്പ് കഴുത്താണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ പീസിൽ 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളമുള്ള ഒരു സ്ക്വയർ പീസ് മുകളിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം, പിന്നെ ബാക്കി അളവുകളൊക്കെ ഇതേ സൈസ് തന്നെയാണ്. അപ്പോൾ ഇതന്നെ വെച്ചിട്ട് വരച്ചാൽ മതി. അപ്പോൾ ആ ഒരു പീസ് അവിടെ ഇട്ടിട്ടുണ്ട്. അതും നമ്മൾ ശരിക്കുള്ള ബിറ്റിൽ വെച്ച് വെട്ടുമ്പോൾ, ക്ലോത്തിൽ വെച്ച് വെട്ടുമ്പോൾ നമ്മൾ ഇറക്കം നമുക്ക് ആവശ്യമുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ ഫ്രണ്ട് ഹാം ഹോൾ ഒന്നും ഞാൻ കട്ടിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഞാൻ തയ്ക്കുമ്പോഴാണ്
ചെയ്യാറുള്ളത്. അപ്പോൾ ഇതും അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. നമുക്ക് കട്ട് ചെയ്യാൻ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ, ക്ലോത്തിൽ കട്ട് ചെയ്യാൻ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പേപ്പറിലോ ഇതേപോലെ ചാർട്ട് പേപ്പർ വാങ്ങിയിട്ടോ ഒക്കെ കട്ട് ചെയ്താൽ നല്ല നമുക്ക് പിന്നെ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ ഇത് 3-4 ചുരിദാറൊക്കെ ഒരുമിച്ച് അടിക്കുമ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ബ്ലൗസ് അടിക്കുമ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. ക്ലോത്തിൽ എനിക്കും കോൺഫിഡൻസ് കുറവ് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് അത്രയും ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. ഒന്നാമത് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ അത്രയും ഒരു നല്ലൊരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ വേണം കട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോകും. ഞാനിപ്പോൾ എടുത്ത് വെച്ചത് നമുക്ക് ആം ഹോൾ വരക്കാനുള്ള സ്കെയിലാണ് കേട്ടോ. ഞാനിപ്പോൾ റഫ് ഹാൻഡ് ആയിട്ടാണ് വരക്കണത്, പക്ഷെ അതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ തുടക്കക്കാർക്കൊക്കെ ആം ഹോൾ കറക്റ്റായിട്ട് ഷേപ്പിൽ വരക്കാനൊക്കെ അറിയാത്തവർക്ക് നല്ലൊരു മെത്തേഡാണ്. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. എനിക്കതാണ് എപ്പോഴും ഈസി കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ ഒരു പേപ്പറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ കയ്യിനുള്ളതും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നൊക്കെ വിചാരിക്കുന്നത്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് പറയണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുന്നതും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കുറേ മുന്നേ വാങ്ങി വെച്ച ക്ലോത്താണ് കേട്ടോ. ഇതൊന്നിച്ച് ഞാൻ കോഡ് സെറ്റ് കുർത്തി അടിക്കാമെന്ന് കരുതി വാങ്ങി വെച്ചാണ്. അപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്ന് എൻ്റെ ഭാഗത്തു നിന്ന് ഫ്രണ്ട് സൈഡ് വെട്ടിയെടുത്തു. 198 രൂപയാണ് കേട്ടോ ഈ ക്ലോത്തിന് ഒരു മീറ്ററിന് വന്നിട്ടുള്ളത്. കോട്ടൺ അല്ല, ഒരു ഗ്ലേസിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. എനിക്കറിയില്ല കേട്ടോ മെറ്റീരിയൽ ഏതാണ്. അപ്പോൾ ഇതാ ഫ്രണ്ട് സൈഡ് ആദ്യം വെട്ടിയെടുത്തു. ഇപ്പോൾ ബാക്ക് സൈഡ് ഇതാ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇറക്കം ലെങ്ത്ത് നമ്മൾ വേറെ തന്നെ മാർക്ക് ചെയ്യണം. ഈ ഒരു പേപ്പറിൽ ലെങ്ത്ത് പൂർണ്ണമായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതാ ലെങ്ത്ത് മാർക്ക് ചെയ്തു. 1-2 പ്രാവശ്യം കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വെട്ടുക. അല്ലാത്ത അളവുകളൊക്കെ സെയിം തന്നെ കേട്ടോ. ഇതങ്ങനെ വരച്ചിട്ട് വെട്ടിയെടുക്കുക. ഈ ഒരു കുർത്തിൻ്റെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണം, കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടുത്തതിൽ കട്ടിങ് വീഡിയോ ഇടണ്ടല്ലോ, കട്ടിങ് ഇപ്പോൾ ഇതിലുണ്ടല്ലോ. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് എനിക്കൊരു നിർബന്ധമുള്ള എന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും സംശയമില്ലാത്ത രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് കേട്ടോ ഞാൻ. അത് നിങ്ങൾക്ക് പല വീഡിയോസിലും എൻ്റെ വോയിസ് ഓവർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയാറുണ്ട് കേട്ടോ ഞാൻ. അത് ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ ചെയ്യാനും, അത് പറഞ്ഞ് ഇതാക്കാനും കേട്ടോ. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്താവും, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ബോറാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് കേട്ടോ എനിക്കിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ ഭയങ്കര മടി. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ടൈലറോ ഒന്നുമല്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് തയ്ക്കണ കുർത്തീൻ്റെ ഒക്കെ വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ മതി. എല്ലാ കമൻറ്റിനും ഞാൻ തലക്ഷണം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടാൽ അപ്പോൾ തന്നെ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കണ്ട. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് നമ്മൾ ആ 14-ലും 21-ലും കൊടുത്തിട്ടുള്ള ഹിപ്പിൻ്റെയും ഷേപ്പിൻ്റെയും അളവുണ്ടല്ലോ, അവിടെ ഒന്ന് നോച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തയ്ക്കണ സമയത്ത് നമുക്കറിയാലോ എത്രയാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം വരച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാൻ, ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡത്തെ പീസിൽ തന്നെയാണ് ഞാൻ കൈയും വെട്ടിയെടുക്കുന്ന സ്ലീവ്. വേറെ പീസ് എടുക്കണില്ല കേട്ടോ. ഇനി ബാക്കി ഇത് ഞാൻ സ്ട്രൈറ്റ് പാൻ്റ് അടിക്കാൻ വേണ്ടി വെച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ കോഡ് സെറ്റായിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ കഴുത്തിന് ഇതാ ക്യാൻവാസും വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഹോൾഡർ നെക്ക് അടിക്കുമ്പോൾ എന്തായാലും ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ നെക്ക് അടിക്കാൻ. മറ്റേത് ക്ലിയർ ആയിട്ട് വരില്ല. ഞാൻ സാധാരണ കോളർ, ഹാഫ് കോളർ അടിക്കുന്ന വീഡിയോസ് 1-2 ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതിലൊക്കെ ക്യാൻവാസ് യൂസ് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അത് ക്യാൻവാസ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഹോൾഡർ നെക്ക് തയ്ക്കുമ്പോൾ എന്തായാലും ക്യാൻവാസ് യൂസ് ചെയ്യണം കേട്ടോ, നല്ല വൃത്തിയായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ സ്ലീവ് സൈഡ് ആയതുകൊണ്ട് സൈഡിലൊരു സ്റ്റിച്ചിങ് വരുന്നേ ഉള്ളൂ. അതിന് കണക്കാക്കിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് അവിടുന്ന് അങ്ങോട്ട് വേണം കേട്ടോ ഈ പേപ്പർ വെച്ചിട്ട് വെട്ടിയെടുക്കാൻ.
അപ്പോൾ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒരുമിച്ചാക്കി കൊടുക്കുക. ഒരു തയ്യൽ എക്സ്ട്രാ വരും സൈഡിലെന്നേ ഉള്ളൂ. അത് വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മൾ ക്ലോത്ത് എപ്പോഴും സേവ് ചെയ്തിട്ട് തയ്ച്ച് പഠിക്കുന്നതാണ് കേട്ടോ നല്ലത്. കുറഞ്ഞ തുണി കൊണ്ട് തയ്ച്ച് പഠിക്കുന്നതാണ് നല്ലത്. ക്ലോത്ത് വേസ്റ്റ് ആയാൽ നമുക്കത് വേറെ യൂസും വരില്ല. ടൈലർമാരൊക്കെ ആണെങ്കിൽ അവർക്കത് യൂസ് വരും. പക്ഷെ നമുക്കൊന്നും അത് അങ്ങനെ യൂസ് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആവാതെ തയ്ച്ച് പഠിക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് സ്ലീവിന് വേറെ പീസ് വേറെ അളവ് തുണി എടുക്കാതെ സൈഡിൽ നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ സ്ലീവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ക്യാൻവാസ് ഞാൻ കാണിച്ചല്ലോ നെക്കിനുള്ള, അത് കവർ ചെയ്ത് അടിക്കാൻ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം പാൻറ്റിനുള്ള ക്ലോത്ത് ഞാനവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലോത്ത് ഫുള്ള് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഏകദേശം 2 നീളത്തിലുള്ള പീസേ ഉള്ളൂ. അത് ഞാൻ തയ്ക്കുമ്പോൾ കൂടെ വെക്കും. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതേ ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വേസ്റ്റ് വരാത്ത രീതിയിൽ കട്ട് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അതിലും നമുക്ക് നല്ലത് ആദ്യം ഒരു പേപ്പറിൽ വെട്ടിയിട്ട് വെട്ടുന്നതാവുമ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ള സംശയങ്ങളൊന്നുമില്ല. നല്ല സുഖമായിട്ട് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ മറക്കണ്ട, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും, ബൈ.